രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലായി തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലായി ജയം ജയം എപ്പോഴും നായകനായുള്ള ധീര ജയം ജയം എപ്പോഴും. ഇന്നേക്ക് 2009 പരം വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിലെ സകല മഹിമകളും വെടിഞ്ഞു പാപം നിറഞ്ഞ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു നന്മ സുവിശേഷിച്ച് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണെന്ന് പ്രഖ്യാപിച്ചു. എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത് രോഗികളെ സൗഖ്യമാക്കി മരിച്ചവരെ ഉയർപ്പിച്ച് മനുഷ്യവർഗത്തിന്റെ പാപപരിഹാരത്തിനായി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് 40 ദിവസത്തോളം തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കിയാൽ പിന്നെയും മടങ്ങി വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്നും ഞാൻ പോയിട്ട് വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് അയച്ചു തരുമെന്നും പറഞ്ഞ് സ്വർഗത്തിലേക്ക് കരയേറി പോകുകയും വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു തരികയും ഇനിയും തന്റെ വചനപ്രകാരം വിശുദ്ധിയോടെ ജീവിക്കുന്ന നല്ല ജനത്തെ ചേർക്കുവാൻ ആകാശമേഘങ്ങളിൽ വെളിപ്പെടുവാൻ പോകുന്ന യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനെന്ന് രാജേന്ദ്രൻ വിശ്വസിക്കുന്നുവോ? ഈ വിശ്വാസം പരപ്രേരണ കൂടാതെയുള്ളതെന്ന് ഈ നിൽക്കുന്ന ജനസമക്ഷം താങ്കൾക്ക് പറയുവാൻ കഴിയുമോ? തന്റെ വിശ്വാസവും സാക്ഷ്യവചനവും ഹേതുവായി വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണമെന്നുള്ള യേശു ക്രിസ്തുവിന്റെ അന്ത്യകൽപ്പന പ്രകാരം ഈ നിൽക്കുന്ന രാജേന്ദ്രൻ പ്രഥമേ ഈ വെള്ളത്തിൽ ഞാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം, എന്നാൽ നീ ജീവകിരീടം പ്രാപിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.